വെൽക്കം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ BA ഇംഗ്ലീഷിന് പഠിക്കാനുള്ള അപ്രീഷിയേറ്റിംഗ് പ്രോസ് എന്ന ഈ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്റർ ഉഷ ജയസുദാസൻ എഴുതിയിട്ടുള്ള ജസ്റ്റിസ് വേഴ്സസ് മെർസി പെട്ടെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അവസാന നിമിഷം ഗോളടിച്ച് കളി ജയിക്കുന്ന സ്മാർട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ലൈക്ക് യു. സോ ഈ ക്ലാസ് ഞാൻ 8 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് ഐ സ്പീക്ക് അബൌട്ട് ദി ഓത്തർ, ദെൻ ദ തീം ഓഫ് ദ എസ്സേ. ജസ്റ്റ് 2 പേജ് ഉള്ളെങ്കിലും ഇറ്റ്സ് ഹൈലി ഫിലോസോഫിക്കൽ. ദെൻ വാട്ട്സ് ദ സെൻട്രൽ ലെസൺ ദറ്റ് ഷി വാണ്ട്സ് ടു ടീച്ച്. പിന്നെ ഇതിൽ 3 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ്, അതായത് പാവങ്ങൾ എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ദെൻ വി സ്പീക്ക് അബൌട്ട് ദ തീംസ് ഫർദർ ആൻഡ് ഫൈനലി ദ ക്വസ്റ്റ്യൻസ്, എങ്ങനെ ഉത്തരം എഴുതണം എന്ന് പറഞ്ഞ് നമ്മളത് അവസാനിപ്പിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ, എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ, മൈ നെയിം ഈസ് പ്രദീപ് ഹരിഹരൻ. ഐ എം എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് English and I also an expert in IELTS and I do a lot of things. Okay, so if you have not subscribed to my channel, please do, because 4th and 5th, 6th semester I have got a lot of valuable, wonderful content for you. അപ്പോൾ ആരാണ് ഉഷ ജയസുദാസൻ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ ഒരുമിച്ച് മനസ്സിലാക്കാം. ഷീസ് എ റൈറ്റർ ആൻഡ് എ ഫ്രീലാൻസ് ജേർണലിസ്റ്റ്. ആൻഡ് ഷീ സേസ്, അവരുടെ വെബ്സൈറ്റിൽ ഞാൻ എടുത്തപ്പോൾ അവർ പറയുന്നത്, മച്ച് ഓഫ് മൈ റൈറ്റിംഗ് ലൈഫ് ഹാസ് ബീൻ സ്പെൻഡ് അറ്റ് ഗ്രാസ് റൂട്ട് ബിൽഡിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, കൾച്ചേഴ്സ് ആൻഡ് ഫെയ്ത്ത്. അതായത് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഭാഗവും അവർ ചെലവാക്കിയിട്ടുള്ളത് ആളുകൾ തമ്മിൽ ഉള്ള എന്താ പറയുക ഗ്യാപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, സംസ്കാരങ്ങളും ആളുകളും വിശ്വാസങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കാം എന്നാണ് അവർ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. ആൻഡ് ഷീ സേസ്, ഇതും അവരുടെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ആസ് എ ജേർണലിസ്റ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റർ ഐ ഹാവ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഫോർ വേൾഡ് വൈഡ് യൂത്ത് ഓഡിയൻസ്. അപ്പോൾ എന്നെ പോലുള്ള ആൾക്ക് വേണ്ടിയിട്ടല്ല എഴുതിയിട്ടുള്ളത്, നിങ്ങളെപ്പോലെ യൂത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നാവിൽ പിഴ വന്നു. ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി. മേഴ്സി എന്ന് പറഞ്ഞാൽ ദയ. അപ്പോൾ ഇതിൻ്റെ തീം എന്താണ്? ഏതൊരു സൊസൈറ്റിയിലും ഒരു നീതി നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ദയ ഉണ്ടാവണം. പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് ദയ ഉണ്ടാകാറുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമായിട്ട് ഈ തീമിൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എസ്സേയിൽ ജസ്റ്റിസ് ഷുഡ് ഇൻകംപ്ലീറ്റ് വിതൗട്ട് ദ തീം ഓഫ് മേഴ്സി. അതായത് നമ്മൾ നീതി നടപ്പാക്കുമ്പോൾ അവിടെ ഒരു ദയ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി വേണം. ഓക്കെ, അതില്ലാതെ നമ്മൾ നീതി നടപ്പാക്കരുതെന്നാണ് പറയുന്നത്. അതല്ലാതെ വിത്തൗട്ട് മേഴ്സി ദർ ഈസ് നോ ജസ്റ്റിസ്. നീതി നടപ്പാക്കാതെ അവിടെ ജസ്റ്റിസ് ഇല്ല. അത് ആ കഥയിൽ നമുക്ക് മനസ്സിലാക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാ സൊസൈറ്റിയിലും ഇതൊരു ചലഞ്ചാണ്. ദെൻ ഷീ ഗിവ്സ് ദ സ്റ്റോറി ഓഫ് വിക്ടർ ഹ്യൂഗോസ് ലെസ് മിസറബിൾസ്. ഈ ലെസ് മിസറബിൾസ് വായിക്കുമ്പോൾ കഥ നമുക്ക് പെട്ടെന്ന് മനസ്സിലോർമ്മ വരുന്നത്, 2-3 വർഷം മുമ്പ് കേരളത്തിൽ ഒരു ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ആദിവാസി യുവാവായിട്ടുള്ള മധുവാണ്. സമാനമായിട്ടൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അതിൻ്റെ ഇടയിൽ ഗ്രേ എന്നൊരു കളർ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കഥയിലൂടെ ഇതിൽ എസ്സേയിൽ അവർ എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷീ സ്പീക്സ് അബൌട്ട് 3 ക്യാരക്ടേഴ്സ്. അപ്പോൾ ലെസ് മിസറബിൾസ്, പാവങ്ങൾ എന്ന് പറഞ്ഞ് വിക്ടർ ഹ്യൂഗോ എഴുതിയിട്ടുള്ള, ആരാണ് എഴുതിയെന്ന് ചോദിക്കും, അത് വിക്ടർ ഹ്യൂഗോ ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള പാവങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നോവലാണ്. അതിലെ വളരെ ചുരുങ്ങിയൊരു സമ്മറിയാണ് അവർ പറയുന്നത്. അതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 3 ക്യാരക്ടേഴ്സും 3 സ്വഭാവങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ആദ്യത്തെ ക്യാരക്ടർ റാങ് വാൾ റാങ് ആണ്. നമ്മൾ മലയാളത്തിൽ ജീൻ വാൽ ജീൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ശരിക്കുള്ള ഫ്രഞ്ച് പ്രൊനൗൺസിയേഷൻ റോങ് വാൾ റോങ് എന്നുള്ളതാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്നിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കഥ തുടങ്ങുന്നത് ഈ റാങ് വാൾ റോങ് എൻ്റെ ജീവിതത്തിലാണ്. ശരി, എനിക്കിന് നാവ് ഇതാകുന്നു. അപ്പോൾ ആരാണ് റാങ് വാൾ റോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു പാവപ്പെട്ട ഒരു അൺഎംപ്ലോയിഡ് പെസൻ്റ് ആണ്. വിശക്കുന്ന തൻ്റെ പെങ്ങൾക്കും 7 പട്ടിണി കുട്ടികൾക്കും വേണ്ടി അദ്ദേഹം എ ലോഫ് ഓഫ് ബ്രെഡ് സ്റ്റീൽ ചെയ്യുന്നു. ഒരു ബ്രെഡ്, ഞാനതാണ് ആ മധുവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ നീതികൂടം അദ്ദേഹത്തെ ശിക്ഷിക്കുന്നു. എന്തിൻ്റെ പേരിലാണ്? കള്ളൻ എന്ന പേരിലാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കഷ്ണം ബ്രെഡ് എടുക്കുന്നതും ആണ് ഇവിടെ ചെയ്തിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജയിലിൻ്റെ ഉള്ളിലെത്തുമ്പോൾ ഈ ജസ്റ്റിസിന് അഗെയിൻസ്റ്റ് ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരുന്നു. കാരണം
ആകെ ഒരു വിശന്നിട്ട് ഞാൻ എടുത്തതിന് എന്തിന് എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നു. അവിടെ നിന്ന് അദ്ദേഹം ജയിലിൽ ചാടാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇസ് പണിഷ്മെന്റ് ഇസ് എക്സ്റ്റെൻഡ് ടു 19 ഇയേഴ്സ്. എത്ര വർഷം അദ്ദേഹം കിടന്നു എന്ന് പറയുന്നുണ്ട്? 19 വർഷമാണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ജീവിതത്തിലുണ്ടാകുന്ന ഈ നരകയാതനകൾ ഇദ്ദേഹത്തെ വളരെ ബിറ്റർ ആൻഡ് റിസൻമെന്റ് ഉള്ള ആളാക്കി മാറ്റും. സമൂഹത്തിൽ കാണുന്ന എല്ലാ പണക്കാരോടും എല്ലാ നല്ലതിനോടും വെറുപ്പുള്ളൊരു വ്യക്തിയായി റാങ്വാൾ റാങ് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നത് ഇദ്ദേഹം ബിഷപ്പ് മൈറലിനെ കാണുമ്പോഴാണ്. നമ്മുടെ ഇതിൽ മിറലാണോ മൈറലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ഈസ് കംസ് ടു യുവർ മൈൻഡ് യു ക്യാൻ റൈറ്റ്. നമ്മുടെ ടെക്സ്റ്റിൽ ബിഷപ്പ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ ബിഷപ്പിന് എഴുതിയാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് പെരോള് കിട്ടി ഇദ്ദേഹം പുറത്ത് വരുന്നുണ്ട്. അത് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, ജയിലിൽ ചാടി വരും എന്ന് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. ഇദ്ദേഹം പെരോള് കിട്ടി വരുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ ബിഷപ്പിൻ്റെ അടുത്ത് ചെന്ന് പെടുകയും ബിഷപ്പ് രാത്രി ഇയാൾക്ക് ഭക്ഷണം കൊടുത്തു. നിങ്ങൾ കേട്ടുള്ള കഥയായിരിക്കും. ഭക്ഷണം കൊടുത്ത് അവിടെ തങ്ങാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ബിഷപ്പിന്റെ ലൈഫ് സ്റ്റൈലും ഇതും കാണുമ്പോൾ ഇയാൾക്ക് തോന്നുന്നൊരു വെറുപ്പിൽ ഇയാൾ രാവിലെ ആകുമ്പോഴേക്കും ബിഷപ്പിന്റെ ഒരു സിൽവർ കാൻഡിൽ സ്റ്റിക്കും എടുത്ത് കടന്നു കളയുന്നു. പക്ഷേ ഹി വാസ് കോട്ട് ആൻഡ് ബ്രോട്ട് ബൈ ദ പോലീസ്. അപ്പോൾ പോലീസ് കൊണ്ടുവരുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് making him a thief, the priest says that he's my friend and I gifted the candlestick to him. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമ്മാനമായി കൊടുത്താണ്, നിങ്ങൾ എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാളുടെ കയ്യിലെ വിലങ്ങ് മാറ്റുമെന്ന് പറയുന്നു. ഇത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ദയ എന്നറിയാത്ത ഈ റാങ്വാൾ റാങ്ങിന്റെ ജീവിതത്തിൽ അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം ഒരു പുതിയ ആളായി മാറുന്നു. പിന്നെ ഇദ്ദേഹം തിരിച്ച് ജയിലിൽ പോകുന്നില്ല. ഹി ചേഞ്ചസ് ഹിസ് ഐഡന്റിറ്റി ആൻഡ് ഹി ഗോസ് ടു അനദർ ടൗൺ ആൻഡ് ഹി ബിക്കംസ് എ മേയർ. അതിനിടയ്ക്ക് ഇദ്ദേഹം ഒരു ഓഫനെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിലില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ ഈ റാങ്വാൾ റാങ്ങിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബിറ്റർനെസ്സും ഈ ബിഷപ്പുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രവൃത്തിയിൽ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഷപ്പ് എന്ന് വെച്ചാൽ ഹി സ്റ്റാൻഡ്സ് ഫോർ ജനറോസിറ്റി, ഫോർഗിവ്നെസ് ആൻഡ് സിമ്പിൾ ഓഫ് മേഴ്സി. അപ്പോൾ ദയ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. നമ്മുടെ ടെക്സ്റ്റിൽ ബിഷപ്പിനെ കുറിച്ച് ആഴത്തിൽ പോകാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. പക്ഷേ ജാവേർട്ട് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്. അദ്ദേഹമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ജാവേർട്ടിന് അറിയാം റാങ്വാൾ റാങ് കള്ളനാണ്, നമ്മൾ പറയില്ലേ പഠിച്ച കള്ളനാണ്. അപ്പോൾ പക്ഷെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം പരോളിങ് തിരിച്ചു വരുന്നില്ല, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, അദ്ദേഹം തിരിച്ചു വരുന്നില്ല. സോ ഈ ജാവേർട്ട് എന്ന് പറയുന്നത് ഹീസ് എ റിജിഡ് പോലീസ് ഓഫീസർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താണ്? കള്ളനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹീ പേഴ്സ്യൂസ് ഹിം ആൻഡ് ഹി ഫൈൻഡ്സ് ദാറ്റ് നമ്മുടെ ഈ ദൃശ്യം 2 മാതിരിയൊക്കെയാണ്. ഓക്കെ, നിന്നെ പിടിച്ചിരിക്കും എന്ന് പറയുന്ന പോലെ പോകുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹി ഫൈൻഡ്സ് ഹിം. ഓക്കെ, പക്ഷേ പിടിക്കുന്ന ആൻഡ് ജാവേർട്ട് വാണ്ട് ടു എക്സ്പോസ് റാങ്വാൾ റാങ് ആസ് എൻ എക്സ് ക്രിമിനൽ തീഫ്. പക്ഷേ പിടിക്കുന്നതിന് മുമ്പ് ഇയാൾ കയ്യിൽ നിന്ന് വഴുതി പോവും. അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഇയാൾ രക്ഷപ്പെട്ടു. ആൻഡ് ഹി ഗെറ്റ്സ് എ ചാൻസ് ടു കിൽ ജാവേർട്ട്. ഓക്കെ, ആ ഒരു നിമിഷം ജാവേർട്ടിനെ കൊന്നു കഴിഞ്ഞാൽ ഈ റാങ്വാൾ റാങ്ങിന് സിമ്പിളായിട്ട് ജീവിക്കാം. പക്ഷേ അറ്റ് ദാറ്റ് മൊമെന്റ് ഹി റിമൈൻഡ്സ് ദ മേഴ്സി ഹി റിസീവ്ഡ് ഫ്രം ദ ബിഷപ്പ്. അപ്പൊ തനിക്ക് കിട്ടിയിട്ടുള്ള ദയ താൻ കൊടുക്കണം എന്ന തിരിച്ചറിവിൽ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹി സ്പെയർസ് ദ ലൈഫ് ഓഫ് ജാവേർട്ട്. പക്ഷേ ഒരു കള്ളൻ എൻ്റെ ജീവിതം രക്ഷിച്ചു എന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ജാവേർട്ട് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർക്ക് കഴിയുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് അദ്ദേഹത്തിന് ഇതുവരെ ദയ കിട്ടിയിട്ടില്ല. ആർക്ക്? ജാവേർട്ടിന്. അപ്പോൾ ആദ്യമായിട്ട് അത് ദയ കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഹി കമ്മിറ്റ്സ് സൂയിസൈഡ്. ഹി കമ്മിറ്റ്സ് എ ട്രാജിക് എൻഡ്സ് ബിക്കോസ് ഒരു കള്ളൻ എന്നെ ജീവൻ എടുത്തില്ല എന്ന് പറയുന്ന ആ ഒരു ഇതിൽ അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ ഈ കഥയിലൂടെ എന്താണ് ഇവർ പറയാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ there are 3 types of people, dears. First one is like റാങ്വാൾ റാങ്. അതായത് അവർ തെറ്റ് ചെയ്തു, അവർ ശിക്ഷിക്കപ്പെട്ടു, അവർക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ അവർ നന്നായി. സെക്കൻഡ് വൺ പീപ്പിൾ ലൈക്ക് ബിഷപ്പ്, അവർ ജന്മന നല്ല ആളുകളാണ്. തേർഡ് ആർ ജാവേർട്ട്, അവർ ഭയങ്കര റിജിഡാണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ എല്ലാ ആളുകളെയും കണ്ടുമുട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ ആളുകളും ഉണ്ടാവും. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഇതിലൂടെ ഒരു പറയാതെ പറയുന്നത് നമ്മളൊരു ലൈഫിൽ ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്. അല്ലാതെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സംബഡി സംതിങ് ഡിഡിൻ ഡു എന്ന് പറഞ്ഞ് അത് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ പറയാൻ നോക്കുന്നത്. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യം ഹു ഇസ് ദ ഓഥർ ഓഫ് ലെസ് മിസറബിൾസ് എന്നുള്ളതാണ്. അത് വിക്ടർ ഹ്യൂഗോ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ദെൻ ഹൗ ലോങ് വാസ് റാങ്വാൾ റാങ് ഇൻ പ്രിസൺ എന്ന് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇറ്റ്സ് 19 years. ദെൻ വാട്ട് ടെംപ്റ്റഡ് വാൾ റാങ് ടു സ്റ്റീൽ ദ സിൽവർ കാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ഹി വാസ് വാട്ട് യു മേ കോൾ, നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ give me a second, turn the page. Actually, he does it because he was filled with hate
ഫോർ ദോസ് ഹു ആർ പ്രിവിലേജ്ഡ്, അതായത് പ്രിവിലേജ് ആയിട്ടുള്ള ആളുകളുള്ള വെറുപ്പ് കൊണ്ടാണ് അദ്ദേഹം സ്റ്റീൽ ചെയ്യുന്നത്. ദെൻ വൈ ഡിഡ് വാൾറാങ് ഡിസൈഡ് ടു forgive and spare ജാബർട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് ഹി റിസീവ്ഡ് മേഴ്സി, സോ വെൻ യു ഗെറ്റ് മേഴ്സി യു ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക്. പിന്നെ ഇതിലൊരു ചോദ്യം പാരഗ്രാഫായിട്ട് ചോദിക്കാറുള്ളത്, ഡു യു തിങ്ക് ജാബർട്ട് ഈസ് ജസ്റ്റിഫൈഡ് ഇൻ ഗോയിങ് ടു സച്ച് ലെങ്സ് ടു ഇൻ പെർസ്യൂയിങ് റാങ് വാൾ റാങ് ആൻഡ് വൈ എന്ന്. അപ്പോൾ ഇതൊരു വളരെ ട്രിക്കി ചോദ്യമാണ്. അപ്പോൾ ഇത് രണ്ട് ആംഗിൾ എഴുതണം. ആസ് എ ഡ്യൂട്ടി ഓഫ് എ പോലീസ് ഓഫീസർ ഈസ് ടു പെർസ്യൂ ദ ക്രിമിനൽ. ഓക്കെ, ആക്ച്വലി ഇൻ അവർ സൊസൈറ്റി police officer has no role to decide who is good, who is bad. അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം he forgets one thing, that Ral Wal Wrong was a changed man now. അദ്ദേഹം ഒരു പൊട്ടയിൽ നിന്ന് നല്ലതായി. പക്ഷെ ആ നന്മ മനസ്സിലാക്കാൻ ജാബർട്ടിന് കഴിയുന്നില്ല. അതുകൊണ്ട് വി കനോട്ട് ജസ്റ്റിഫൈ ഹിം. ഓക്കെ, കാരണം ഹി ഡിസേർവ്സ് മേഴ്സി. അദ്ദേഹത്തെ വെറുതെ വിടണമായിരുന്നു എന്ന് പറഞ്ഞാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്. വൈ ഡു യു തിങ്ക് ജാബർട്ട് കമ്മിറ്റഡ് സൂയിസൈഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ജാബർട്ട് കമ്മിറ്റഡ് സൂയിസൈഡ് ബിക്കോസ് ഹി കനോട്ട് അക്സെപ്റ്റ് ആൻ ആക്ട്, എ മേഴ്സി ആക്ട് ഫ്രം എ ക്രിമിനൽ. എപ്പോഴും ജാബർട്ടിൻ്റെ മനസ്സിൽ റാങ് എന്ന് പറയുന്ന ആള്, ഇതിൽ എന്ന് പറയുന്ന ആള് ഹീസ് എ ക്രിമിനൽ. അതായത് അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അത് ബ്രെഡ് മോഷ്ടിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതൊന്നും അവിടെ അദ്ദേഹത്തിന് പ്രശ്നമല്ല. അവൻ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്, അവൻ ജയിലിൽ ചാടിയിട്ടുള്ളവനാണ്, അവൻ ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന ചിന്താഗതിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരാൾ മാപ്പ് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈഗോ. ഓക്കെ, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി പറയാതെ പറയുന്നത് ഓതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു നീതി എല്ലാവർക്കും നടപ്പാക്കണമെങ്കിൽ സൊസൈറ്റിയിൽ എല്ലാവരും തുല്യരായിരിക്കണം. ജസ്റ്റിസും എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള സൊസൈറ്റിയിൽ മാത്രമേ നമുക്ക് നീതി നടപ്പാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ളൊരു സൊസൈറ്റിയിൽ എപ്പോഴും ഈ ജസ്റ്റിസും മേഴ്സിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിടത്താണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ക്ലാസ് വാസ് യൂസ്ഫുൾ ടു യു, എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് ടൈം. So thank you very much. If you liked my class, I would really appreciate if you give a thumbs up and subscribe my channel. And I'll see you in the next class. Until then, all the best and take care. This is Pradeep Hariharan, your teacher, signing off. Bye-bye.